ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതമുണ്ട്. ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കാഴ്ചക്കുറവിൻ്റെ പ്രശ്നം അല്ലേ. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ കാഴ്ചക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. മുതിർന്ന ആളുകളിൽ പിന്നെ പ്രായാധിക്യം ഉണ്ടാവുന്നതാണെന്ന് വിചാരിക്കാം. കുഞ്ഞു കുട്ടികളിൽ ഇപ്പം തന്നെ മൊബൈലിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടാണ്ടൊക്കെ അവർക്ക് കാഴ്ചക്കുറവുണ്ടാവാം. അപ്പോൾ ഇതിനെല്ലാം തന്നെ പരിഹാരം കാണുന്ന നല്ല അടിപൊളി റെമഡിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. ഇതിനു വേണ്ടി നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ഒന്ന് ക്യാരറ്റും, രണ്ടാമത് നല്ല പഴുത്ത പപ്പായയും. അപ്പോൾ മുഴുവനായിട്ട് വേണമെന്നില്ല, നമ്മളൊരു ഗ്ലാസ് അളവിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പപ്പായ ഇതുപോലെ ഒരു ഭാഗം മുറിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പപ്പായ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ക്യാരറ്റും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ജ്യൂസ് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്നാമതായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള സംഭവമാണ് ബ്ലാക്ക് സീഡ് ഓയിൽ, അതായത് കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഈ ഒരു ജ്യൂസിലേക്ക് കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ജ്യൂസ് വന്നിട്ട് ഏകദേശം ഒരു ഗ്ലാസ് അളവേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 150 മില്ലിയൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വേണം കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മധുരം ഒന്നുമില്ല. നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ എന്ന രീതിയിൽ അല്പം മധുരമൊക്കെ ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. മുതിർന്ന ആളുകൾക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം. ഇത് സ്ഥിരമായിട്ട് ഒരു മാസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ള ലെവലിലാണ് കേട്ടോ. കാരണം അത്രയധികം പോഷകഗുണമുള്ള ഒരു ജ്യൂസാണ് ഇത്. കാഴ്ചശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ജ്യൂസും കൂടിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈസി റെമഡീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും മറ്റൊരു ഈസി റെമഡീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസ സൈനിങ് ഓഫ്.